രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് രാധയുടെ പ്രണയമാണ്. 116-ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡ് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ മതി, നിങ്ങൾക്ക് അതിൽ നിന്ന് അത് കിട്ടുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയമുണ്ട്, വ്യാഴാഴ്ച അഷ്ടപതിയുണ്ട്, വെള്ളിയാഴ്ച മോക്ഷം കിട്ടുന്നവർക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ധർമ്മപദമുണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്, ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, വർഷത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളുണ്ട്. എന്തെങ്കിലും സംശയമുള്ളവർ 96453339 എന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, അതിലേക്ക് എന്നെ വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പം നമുക്ക് രാധയുടെ പ്രണയം നമുക്ക് ആരംഭിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ആ രാധാകുണ്ടിനെ കുറിച്ച് മാത്രം അടുത്ത എപ്പിസോഡൊന്ന് പറയുമോ എന്ന് ചോദിച്ച് നിരവധി പേര് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം വിചാരിച്ചു, ഈ വരുന്ന എപ്പിസോഡിൽ നമ്മളെ കഴിഞ്ഞത് ഞാൻ നിർത്തിയിട്ടുണ്ട്. രാധ എവിടെ നിർത്തിയെന്ന് നിങ്ങൾ കണ്ടു, അതവിടെ നിൽക്കട്ടെ. രാധാകുണ്ടിനെ കുറിച്ച് മാത്രം ഞാൻ ഈ എപ്പിസോഡ് ആക്കുകയാണ്. ഒരുപാട് പേരെന്നെ വിളിച്ചു പോയി, നിങ്ങൾക്ക് രാധാകുണ്ടെന്ന് കേൾക്കണം, അതിനെക്കുറിച്ച് മാത്രം എപ്പിസോഡ് പറയാമെന്ന് പറഞ്ഞു. പിന്നെ അതുകൂടാതെ ഞാൻ ഈ ഞായറാഴ്ച, ഇപ്പോൾ ഞായറാഴ്ച കഴിഞ്ഞു, തിങ്കൾ ചൊവ്വ മെനഞ്ഞാന്ന് എനിക്ക് ഞായറാഴ്ച ഞാൻ ഗുരുവായൂർ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേഗം വീഡിയോ ഒക്കെ എന്ത് ചെയ്യണം, തിങ്കളും ചൊവ്വയും ഉള്ളത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടാണ് എനിക്ക് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ രാധാകുണ്ടിനെ കുറിച്ച് മാത്രമാണ് ഇന്നത്തെ രാധയുടെ പ്രണയത്തിൻ്റെ എപ്പിസോഡ്. പിന്നെ കഴിഞ്ഞെടുത്ത് നമ്മൾ എവിടെ നിർത്തിയോ അത് നമ്മൾ അടുത്തതിനകത്ത് എന്ത് ചെയ്യും, തുടരും. അതുപോലെ നിങ്ങളോടൊരു കാര്യം ഞാൻ പറയട്ടെ. നമ്മളുടെ കഠിന രാധാഭക്തയായ ഒരു ഐശ്വര്യയുണ്ട്. ഐശ്വര്യ ഡോക്ടറാണ്.
അപ്പൊ ഐശ്വര്യ എന്ത് ചെയ്തു? രാധാറാണിയെ കുറിച്ചൊരു കീർത്തനം എഴുതി. അത് അതിമനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. ആ കീർത്തനം കേട്ടതിന് ശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ പറയട്ടെ, ഈ ഒരു എപ്പിസോഡ് ഏത് മാത്രമാണ്? രാധാകുണ്ടിനെ കുറിച്ച് മാത്രമാണ് ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ പ്രിയങ്കരിയായ കഠിന രാധാഭക്തയായ രാധാറാണിയെയും കൃഷ്ണനെയും അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഡോക്ടറായ ഐശ്വര്യ പാടുന്നത് കേൾക്കൂ. അതിനുശേഷം നമുക്ക് രാധയുടെ പ്രണയം ആരംഭിക്കാം. जय जय श्री राधे जय 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 श्री राधे जय 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 श्री राधे जय 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 श्री राधे जय जय। आदिशक्ति पराशक्ति श्री राधे नमोस्तुते, गोलोकेश्वरी जगन्माते श्री राधे नमोस्तुते, कृष्णाह्लादिनी शक्ति लोकमाते श्री राधे नमोस्तुते, श्रीकृष्णपत्नी जगदीश्वरी माते श्री राधे नमोस्तुते, कीर्तिदानन्दिनी देवी श्री राधे नमोस्तुते, रासेश्वरी वृषभानुपुत्री श्री राधे नमोस्तुते, मूलप्रकृतिरूपिणी देवी श्री राधे नमोस्तुते, मूलकारणकारिणी देवी श्री राधे नमोस्तुते, नारायणी भक्तवत्सले देवी श्री राधे नमोस्तुते, विश्वरूपे गोपेश्वरी माते श्री राधे नमोस्तुते, परब्रह्मरूपिणी देवी श्री राधे नमोस्तुते, माधवी मनोहरी देवी श्री राधे नमोस्तुते, प्रेमरूपे स्नेहरूपे श्री राधे नमोस्तुते, श्री पार्वती श्री सरस्वती माते श्री राधे नमोस्तुते, श्री महालक्ष्मी श्री महाकाली श्री राधे नमोस्तुते, श्री महादुर्गे शक्तिरूपे श्री राधे नमोस्तुते, तुलसी वासिनी देवी श्री राधे नमोस्तुते, कृष्णप्रिये कृष्णवल्लभे देवी श्री राधे नमोस्तुते, पशुपक्षिप्रियेश्वरी देवी श्री राधे नमोस्तुते, करुणामयी कृपामयी देवी श्री राधे नमोस्तुते, सर्वरक्षकमातृरूपे श्री राधे नमोस्तुते, आनन्दमयी पुत्री रूपे श्री राधे नमोस्तुते, स्नेहदायिनी सखी रूपे श्री राधे नमोस्तुते, मोक्षदायिनी देवी रूपे श्री राधे नमोस्तुते, कृष्णेश्वरी कृष्णस्वामिनी देवी श्री राधे नमोस्तुते, कृष्णानन्दप्रदायिनी देवी श्री राधे नमोस्तुते, श्रीकृष्णपूजिते त्रिमूर्तिवन्दिते श्री राधे नमोस्तुते, मदनमोहनमोहिनी देवी श्री राधे नमोस्तुते, मुनीन्द्रवृन्दवन्दिते देवी
ശ്രീരാധേ നമോസ്തുതേ രാസമണ്ഡലശോഭിതേ ദേവി ശ്രീരാധേ നമോസ്തുതേ ഹരിഹരപ്രിയേ ദേവി ശ്രീരാധേ നമോസ്തുതേ അഷ്ടസഖിപ്രിയേ ദേവി ശ്രീരാധേ നമോസ്തുതേ ശ്രീരാധികാ നാമശ്രവണോച്ചാരണം ശ്രീകൃഷ്ണപ്രീതിദായകം ശ്രീരാധികാ നാമശ്രവണോച്ചാരണം തൽക്ഷണേ ജനിമൃതിമോക്ഷകരം ശ്രീരാധികാ പത്മപാദാംബുജം സർവലോകേ ദുർലഭം ശ്രീരാധികാ പാദസേവനം നിത്യം വ്രജമണ്ഡലപ്രവേശനം ജയ ജയ ശ്രീരാധേ ശ്രീരാധേ ജയ 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 ശ്രീരാധേ ശ്രീരാധേ ജയ 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 ശ്രീരാധേ ശ്രീരാധേ ജയ 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 ശ്രീരാധേ. ഓർമ്മിക്കുക, ഈ പ്രപഞ്ചത്തിലെ ഓരോ സസ്യത്തിനും ഓരോ വൃക്ഷത്തിനും ജീവനുണ്ട്. അവർക്ക് മനുഷ്യ മനസ്സിൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുമുണ്ട്. നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷവും സങ്കടവും എല്ലാം സസ്യങ്ങൾക്കുണ്ട്. അവർക്ക് ചലിക്കാൻ പറ്റുന്നില്ല, അവർക്ക് മിണ്ടാൻ പറ്റുന്നില്ല, അത്ര മാത്രമേ ഉള്ളൂ. വൃന്ദാവനത്തിലെ സസ്യങ്ങളെ കുറിച്ചാണ് ഇക്കുറി ഇതാ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. ഞാൻ തുളസിമാല ധരിക്കാമോ എന്നൊരു വീഡിയോ ഇറക്കിയിരുന്നു. അതിൽ ഞാൻ പറഞ്ഞതാണ്, നമ്മൾ അവിടെ ചെന്ന് തുളസി ഇല പോലും പിച്ചരുത്. കാരണം ആ ഇലയെ കൊല്ലുകയാണ്. നിങ്ങൾ ഇലയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഇല വിറയ്ക്കും, അതിന് മനസ്സിലാകും അതിനെ കൊല്ലുകയാണെന്ന്. പക്ഷേ കൃഷ്ണൻ്റെ കഴുത്തിലിടാനാണെങ്കിൽ അവർക്ക് വളരെ സന്തോഷമാണ്. കണ്ടുകൊള്ളൂ, രാധാകുണ്ടിൽ ആ സത്യം തെളിയാൻ പോകുന്നത് കണ്ടുകൊള്ളൂ. കൃഷ്ണന് രാധാറാണിയെ കണ്ടോളാൻ വയ്യ. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്തു? പതുക്കെ അവിടെ നിന്നിറങ്ങി ഒരു പ്രത്യേക വഴിയിലൂടെ, ഒരു രഹസ്യ വഴിയിലൂടെ രാധാകുണ്ടിലേക്ക് വരികയാണ്. കൃഷ്ണൻ വരുന്നത്, രാധാകുണ്ടിലേക്ക് വരുന്നത് വൃന്ദാദേവി ദൂരെ നിന്നേ കണ്ടു. വൃന്ദാദേവിക്ക് ഭയങ്കര സന്തോഷമായി. വൃന്ദാദേവി ഓടിച്ചെന്ന് പൂക്കൾ കൊണ്ട് 2 മെത്തകൾ ഒരുക്കി. കാരണം കൃഷ്ണൻ വരുമെങ്കിൽ അതിൻ്റെ പിന്നാലെ നിശ്ചയമായും രാധാറാണിയും എത്തും. ഇത് വൃന്ദാദേവിക്കറിയാം. വൃന്ദാദേവി 2 പൂമത്തകൾ അങ്ങോട്ട് ഒരുക്കി. എന്നിട്ട് കൃഷ്ണനെ രാധാകുണ്ടിലെ ആ വൃക്ഷലതാദികളും നികുഞ്ചങ്ങളും എല്ലാം കൊണ്ട് നടന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു. എന്നിട്ട് എന്തു ചെയ്തു? രാധാകുണ്ടിൽ നിൽക്കുന്ന വൃക്ഷങ്ങളോട് വൃന്ദാദേവി പറഞ്ഞു, നോക്കൂ വൃക്ഷങ്ങളെ, നോക്കൂ വൃക്ഷങ്ങളെ, നോക്കൂ, നിങ്ങളുടെ കണ്ണൻ വരുന്നു, നിങ്ങളുടെ കണ്ണൻ വരുന്നു, നിങ്ങളുടെ കൃഷ്ണൻ വരുന്നു, ആനന്ദിക്കുവിൻ, ആനന്ദിക്കുവിൻ. ആ സമയത്താണ് ആ കൃഷ്ണൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പൊ വൃന്ദാദേവി ഓടിച്ചെന്നിട്ട് പറഞ്ഞു, അങ്ങ് വരുന്നുണ്ടില്ലേ, ഞാനിതാ 2 പൂമത്തകൾ ഒരുക്കി. എനിക്കറിയാം അങ്ങ് വരുമെങ്കിൽ പിന്നാലെ രാധാറാണിയും വരുമെന്ന്. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, ഈ വൃന്ദാവനത്തിലെ ഓരോ വൃക്ഷങ്ങളും വിരഹവേദനകൾ കൊണ്ട് സഹിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. കൃഷ്ണ, അങ്ങൊരല്പനേരം മാറി നിൽക്കുന്നത് പോലും വൃന്ദാവനത്തിലെ സസ്യങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കൃഷ്ണൻ വൃക്ഷങ്ങളുടെ അടുക്കൽ ചെന്നു, അവയെ തൊട്ടു, വൃക്ഷങ്ങളുടെ ഇലകളെ ഇങ്ങനെ തലോടി, പൂക്കളുടെ മണം ഇങ്ങനെ പിടിച്ചു. അപ്പോൾ വൃന്ദാദേവി പറഞ്ഞു, നോക്കൂ, നമ്മുടെ മാധവൻ വന്നു കഴിഞ്ഞു. വൃന്ദാവനത്തിലെ
ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സകലരും ഉണരുവിൻ മാധവനെ സ്വീകരിക്കാൻ. നിങ്ങളുടെ വിരഹ ദുഃഖം ഇതാ തീരാൻ പോകുന്നു. എല്ലാവരും വരൂ, നമുക്ക് കൃഷ്ണനെ സ്വാഗതം ചെയ്യാം. നിങ്ങളുടെ ഏറ്റവും നല്ല ഗുണങ്ങൾ പുറത്തെടുക്കൂ. വൃക്ഷങ്ങളെ, നിങ്ങളുടെ ഏറ്റവും നല്ല ഗുണങ്ങൾ പുറത്തെടുക്കൂ. വള്ളികളെ ഉണരൂ, വൃക്ഷങ്ങളെ പൂക്കൾ ചൊരിയൂ. കാരണം മാധവൻ വന്നു, മാധവൻ വന്നു. രാധാ മാധവത്തിന് വീണ്ടും നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അല്ലയോ മാൻപേടകളെ, മാധവനെ കണ്ടില്ലേ? തുള്ളിച്ചാടൂ, നിങ്ങൾ തുള്ളിച്ചാടൂ. കുയിലുകളെ പാടൂ, പാടിക്കൊണ്ട് കണ്ണനെ സ്വാഗതം ചെയ്യൂ. ഇതാ രാധയും ഉടനെ വരും. രാധാ മാധവ ലീലകൾ കാണാൻ കിട്ടുന്ന സുവർണ അവസരമാണ്. അതുകൊണ്ട് കുയിലുകളെ പാടൂ, വണ്ടുകളെ നിങ്ങൾ മൂളിപ്പറക്കൂ. വണ്ടുകളെ നിങ്ങൾ മൂളിപ്പറന്ന് കൃഷ്ണനെ സന്തോഷിപ്പിക്കൂ. മയിലുകളെ ഓടിവാ, നിങ്ങൾ ഭ്രാന്തമായി നൃത്തം ചവിട്ടൂ. നമ്മുടെ മാധവൻ വന്നു, വൃന്ദാവനത്തിൻ്റെ മാധവൻ വന്നു, നിങ്ങളുടെ പ്രിയപ്പെട്ട കൃഷ്ണൻ വന്നു. തത്തേ, മധുരമുള്ള വാക്കുകൾ ചൊരിയൂ, മധുരമുള്ള വാക്കുകൾ ചൊരിഞ്ഞ് മാധവനെ സന്തോഷിപ്പിക്കൂ. അപ്പോൾ തത്ത വന്നിട്ട് രാധ 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 എന്ന് പറയാൻ തുടങ്ങി. പെട്ടെന്ന് കൃഷ്ണന് രാധാറാണിയെ കണ്ടോളാൻ വയ്യാത്ത മാനസികാവസ്ഥയിലെത്തി. തത്ത വീണ്ടും ചിലച്ചു, രാധ രാധ രാധ. കാരണം രാധ എന്ന വാക്കുപോലെ കൃഷ്ണനെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു വാക്കുമില്ല എന്ന് പക്ഷികൾക്ക് പോലും അറിയാം. പക്ഷെ ഇവിടുത്തെ ചില മനുഷ്യർക്ക് അറിഞ്ഞൂടാ. എന്ത് ചെയ്യാൻ പറ്റും? തത്ത എടുത്ത് വരെ കൃഷ്ണനെ സന്തോഷിപ്പിക്കാൻ മധുരവാക്കുകൾ പറയൂ എന്ന് പറഞ്ഞപ്പോൾ തത്ത വിളിച്ചത് കൃഷ്ണ എന്നല്ല, രാധ രാധ. അതോടെ കൃഷ്ണന് വല്ലാത്ത ഇഷ്ടം തോന്നി. കൃഷ്ണൻ ആ തത്തയെ കോരിയെടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. തത്തയെ സംബന്ധിച്ചിടത്തോളം ജന്മസാഫല്യമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ താൻ പിരിഞ്ഞതിൽ അവിടെ നിൽക്കുന്ന ഓരോ വൃക്ഷങ്ങൾക്കുമുള്ള ദുഃഖം കൃഷ്ണൻ നേരിട്ട് കാണുകയായിരുന്നു. വൃക്ഷങ്ങളെല്ലാം ദുഃഖിച്ച് നിൽക്കുകയായിരുന്നു. അപ്പൊ കൃഷ്ണൻ വിചാരിച്ചു, ഇവരുടെ ദുഃഖങ്ങൾ അകറ്റണം എനിക്ക്. അപ്പൊ കൃഷ്ണൻ തൻ്റെ ഓടക്കുഴലെടുത്തു. ആ ഓടക്കുഴലെടുത്ത് കൃഷ്ണൻ അതിമനോഹരമായി വായിക്കാൻ തുടങ്ങി. അപ്പോൾ തണുത്ത കാറ്റ് പൂക്കളുടെ സുഗന്ധത്തെ മുഴുവൻ ആവാഹിച്ച് കൃഷ്ണനെ വന്ന് തലോടി. പൂക്കളുടെ സുഗന്ധം കൊണ്ട് കൃഷ്ണൻ അർച്ചന നടത്താൻ തുടങ്ങി. കൃഷ്ണന്റെ ഓടക്കുഴൽ വായന കേട്ട നിമിഷം അവിടെ നിന്ന വൃക്ഷങ്ങളെല്ലാം പൂവിട്ടു. എല്ലാ വൃക്ഷങ്ങളിലും അതിമനോഹരമായ പൂക്കളങ്ങനെ വിരിഞ്ഞ് നിൽക്കാൻ തുടങ്ങി. അപ്പോൾ വൃന്ദാദേവി വീണ്ടും പറഞ്ഞു, വള്ളിപ്പടർപ്പുകളെ നിങ്ങളും പൂവിടൂ. അവരെല്ലാം പൂവിട്ടു. കൃഷ്ണന്റെ അതിമനോഹരമായ ഗാനം കേട്ടപ്പോൾ പാറകൾ അലിഞ്ഞുപോയി. അത്ഭുതകരമായ കാഴ്ച. എന്ന് മാത്രമല്ല, സിംഹങ്ങളും പുലിക്കുട്ടികളും എല്ലാം ഓടി വന്നു. കൃഷ്ണന്റെ മധുര ഗാനത്തിന് കാതോർത്തു. സിംഹത്തിന്റെ മുന്നിൽ മുയലുകളുണ്ട്, മാനുകളുണ്ട്. ആരും ആരെയും ആക്രമിക്കുന്നില്ല. സിംഹത്തിന്റെ മുന്നിൽ മുയലുകൾ വളരെ സുരക്ഷിതരാണ്. ഓർമ്മിക്കുക, അതാണ് കൃഷ്ണൻ, അതാണ് കൃഷ്ണൻ. നമ്മുടെ മുന്നിലും സിംഹങ്ങളുണ്ട്. അത് മരണമാണ്, അത് മരണമാണ്, യമനാണ്. യമൻ വരുമ്പോൾ കൃഷ്ണഭക്തി ഉണ്ടെങ്കിൽ നമ്മൾ സുരക്ഷിതരാണ്. കണ്ടില്ലേ, സിംഹങ്ങളുടെ മുന്നിൽ മയിൽക്കുട്ടികളും മയിലുകളും മുയൽക്കുട്ടികളുമൊക്കെ അങ്ങനെ നിൽക്കുന്നത്, കൃഷ്ണന്റെ വേണുഗാനത്തിൽ പാറകൾ അലിയുന്നത്. പക്ഷികൾ ഒരു നിമിഷം നിശബ്ദമായി മാറി. മുന്തിരിവള്ളികളിലെല്ലാം മുന്തിരികൾ ഇങ്ങനെ പിടിച്ചു. പെട്ടെന്ന് വൃന്ദ പറഞ്ഞു, സ്വാഗതം ചെയ്യൂ, നമ്മുടെ കണ്ണനെ സ്വാഗതം ചെയ്യൂ. അപ്പൊ കിളികളെല്ലാം കൂടെ ചിലയ്ക്കാൻ തുടങ്ങി. വൃക്ഷങ്ങളെല്ലാം കൂടി അവരുടെ ഫലങ്ങൾ പെട്ടെന്ന് പഴുത്തു. മാവാണെങ്കിൽ മാമ്പഴം പഴുത്തു, ആപ്പിളാണെങ്കിൽ ആപ്പിൾ പഴുത്തു. താമര ഇങ്ങനെ വിരിഞ്ഞു.
തണുത്ത കാറ്റ് വള്ളികളിൽ വന്ന് തട്ടിയിട്ട് വള്ളികളെ സ്ത്രീകളെപ്പോലെ നൃത്തം ചവിട്ടാൻ പഠിപ്പിച്ചു. വള്ളികളാകട്ടെ കൃഷ്ണൻ വന്ന സന്തോഷം സഹിക്കാൻ വയ്യാതെ എന്ത് ചെയ്യുന്നു? നൃത്തം ചവിട്ടാൻ തുടങ്ങി. അതിന് വണ്ടുകൾ മൂളിക്കൊണ്ട് താളം പിടിക്കാൻ തുടങ്ങി. വൃന്ദാവനം ഒരു നൃത്തരംഗമായി മാറുന്നത് കൃഷ്ണൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. സകല വൃക്ഷങ്ങളിലെയും ഫലങ്ങൾ പഴുത്തു. കാറ്റത്ത് മുന്തിരിവള്ളികൾ നൃത്തം ചവിട്ടാൻ തുടങ്ങി. പൂക്കളിൽ നിന്ന് തേനുകൾ പൊഴിയാൻ തുടങ്ങി. പഴങ്ങളൊക്കെ പഴുത്തു വന്ന് അടർന്ന് കൃഷ്ണന്റെ പാദങ്ങളിൽ വീഴാൻ തുടങ്ങി. വള്ളിപ്പടർപ്പുകളാകട്ടെ കൃഷ്ണനോടൊത്ത് നൃത്തം ചവിട്ടാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് വള്ളികള് സ്വയം നൃത്തം ചവിട്ടാനായിട്ട് തുടങ്ങി. വണ്ടുകളാകട്ടെ പൂക്കൾക്ക് ചുറ്റും ഇങ്ങനെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. കൃഷ്ണൻ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിന്നു. അതേ പ്രകൃതി കൃഷ്ണനെ സ്വീകരിക്കുകയാണ്. ഈ സമയത്ത് കൃഷ്ണന്റെ ഓടക്കുഴൽ വായന അങ്ങനെ കേട്ട് രസിച്ചിട്ട് മാൻപേടകൾ ഓടി വന്നു. മാൻപേടകൾ ഓടി വന്ന് കൃഷ്ണന്റെ അടുത്ത് നിന്നു. ഒരു ആണും പെണ്ണും ഇണകളാണ് വന്നത്. അവരുടെ കണ്ണുകൾ കണ്ടപ്പോൾ കൃഷ്ണന് പെട്ടെന്ന് രാധാറാണിയെ ഓർമ്മ വന്നു. രാധാറാണിയുടെ കണ്ണുകൾ ഓർമ്മ വന്നു. അപ്പോൾ കൃഷ്ണൻ പെട്ടെന്ന് പറഞ്ഞു, രാധേ രാധേ നീ എവിടെ? വേഗം വാ വേഗം വാ, ഞാൻ വൃന്ദാവനത്തിൽ നിൽക്കുന്നു, ഞാൻ വൃന്ദാവനത്തിൽ നിൽക്കുന്നു. നിന്റെ കണ്ണുകൾ ഞാൻ ഇവിടെ കാണുന്നു രാധേ. നിന്റെ കണ്ണുകൾ ഈ മാൻപേടകളിൽ നിന്റെ കണ്ണുകൾ ഞാൻ കാണുന്നു. ഈ സമയത്ത് ആൺമയിലും പെൺമയിലും കൂടെ വന്നിട്ട് കൃഷ്ണനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഭ്രാന്ത് പിടിച്ചതുപോലെ നൃത്തം ചവിട്ടാൻ തുടങ്ങി. അപ്പൊ അവരുടെ പീലികൾ വിടർന്നു. അവരുടെ പീലി കണ്ടപ്പോൾ കൃഷ്ണന് രാധയുടെ അവരുടെ പീലികൾ കണ്ടപ്പോൾ കൃഷ്ണന് രാധയുടെ മുടി ഓർമ്മ വന്നു. മുമ്പിലേക്ക് കിടക്കുന്ന അനുസരണയില്ലാത്ത ആ കുറുനിരകൾ ഓർമ്മ വന്നു. കൃഷ്ണൻ പറഞ്ഞു, രാധേ രാധേ നിന്റെ മനോഹരമായ അളകങ്ങൾ ഞാൻ ഈ മയിലുകളിൽ കാണുന്നു. നിനക്ക് മയിലുകളെ എന്തിഷ്ടമാണ് രാധേ? മയിലുകളുടെ നൃത്തം നിനക്ക് എന്തിഷ്ടമാണ് രാധേ? ഓടിവാ രാധേ, ഓടിവാ രാധേ. മയിലുകൾ നൃത്തം ചവിട്ടുന്നത് നിനക്ക് കാണണ്ടേ? മയിലുകൾ ആനന്ദ നൃത്തം ചവിട്ടുന്നത് കാണണ്ടേ? മയിലുകളുടെ പീലികൾ നിന്റെ കുറുനിരകളെ ഓർമ്മിപ്പിക്കുന്നു എന്നെ. ഓടിവാ രാധേ, ഓടിവാ രാധേ. കണ്ണൻ ഇവിടെ നിൽക്കുകയാണ്. കണ്ണൻ ഇങ്ങനെ വിലപിക്കുന്നത് കണ്ട് വൃന്ദാദേവി പോലും അത്ഭുതപ്പെട്ടു പോയി. വൃക്ഷലതാദികൾ അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് അവര് നടന്ന് രാധാകുണ്ടിന്റെ അരികിലേക്ക് വരികയാണ്. അപ്പോഴാണ് ചകോരപ്പക്ഷി ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചപ്പോൾ രാധാറാണിയുടെ കൈവള കിലുങ്ങുന്നത് പോലെ തോന്നി. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ അണിയിച്ച കുപ്പിവള രാധേ, നിനക്കേറെ പ്രിയപ്പെട്ട കുപ്പിവളയുടെ കിലുക്കം ഇത് ചകോരപ്പക്ഷി മൂടുന്നതാണോ? അതോ രാധേ നീ ഈ വൃക്ഷത്തിന്റെ മറവിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഓടിവാ, എന്നെ കളിപ്പിക്കരുത് രാധേ, നീ എന്നെ കളിപ്പിക്കരുത് രാധേ. ഇത് ചകോരപ്പക്ഷി ഉണ്ടാക്കുന്ന ശബ്ദമാണോ? അതോ രാധേ നിന്റെ കൈവളകൾ കിലുങ്ങുന്നതാണോ? നീ പണ്ടും ഇങ്ങനെയാണ്, എന്നെ പറ്റിക്കും. ഏതെങ്കിലും വൃക്ഷങ്ങളുടെ ഇടയിൽ നിന്നിട്ട് രാധാറാണി കൈവള കുലുക്കും, ജില് 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 ജില്. ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് കൃഷ്ണൻ ഓടിച്ചെല്ലും. അവിടുന്ന് മാറിക്കളയും. പിന്നെ കുറെ മാറി കൃഷ്ണൻ ഇങ്ങനെ നോക്കുമ്പോൾ മറ്റൊരു ദിക്കിൽ നിന്ന് ജില് 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 എന്ന് രാധാറാണി കൈവള ഇങ്ങനെ കിലുക്കി കാണിക്കും. രാധേ നീ അങ്ങനെ കാണിക്കുന്നതാണോ? അതോ ഈ ചകോരപ്പക്ഷിയുടേതാണോ? ആ സമയത്താണ് അരയന്നം ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചപ്പോൾ രാധാറാണിയുടെ അരഞ്ഞാണം ഇങ്ങനെ കിലുങ്ങുന്നത് പോലെയാണ് കൃഷ്ണന് തോന്നിയത്. രാധേ വരൂ, രാധേ വരൂ, നിന്റെ അരഞ്ഞാണം കിലുങ്ങുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നു. അതിൻ്റെ അർത്ഥം നീ
ഇവിടെ എവിടെയോ ഉണ്ട്, നീ ഇവിടെ എവിടെയോ ഉണ്ട്. എൻ്റെ കൺവെട്ടത്ത് നിന്ന് നീ അടുത്ത വൃക്ഷത്തിൻ്റെ മറവിലേക്ക് ഓടുമ്പോൾ നിന്റെ അരഞ്ഞാണം കിലുങ്ങുന്നു, നിന്റെ കൈവളകൾ കിലുങ്ങുന്നു. ആ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. രാധേ, എനിക്ക് താങ്ങാൻ വയ്യ, എന്നെ നീ കളിപ്പിക്കാതെ, ഓടി വരൂ രാധേ, ഓടി വരൂ രാധേ, എന്നെ വാരിപ്പുണരൂ രാധേ. ഈ സമയത്ത് കൊക്കുകളൊരു ശബ്ദം പുറപ്പെടുവിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇത് കൊക്കിൻ്റെ ശബ്ദമല്ല, ഇതെൻ്റെ രാധയുടെ ചിലങ്കയുടെ ശബ്ദമാണ്. എൻ്റെ രാധയുടെ ചിലങ്കയുടെ ശബ്ദം എനിക്ക് കേട്ടാൽ അറിയാൻ പറ്റും. രാധേ നീ എവിടെ, രാധേ നീ എവിടെ? ഇതും നിനക്ക് ഇങ്ങനൊരു കാര്യം നിനക്കുണ്ട്. ഞാൻ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ അല്പം മാറി നിൽക്കും. മാറി നിന്നിട്ട് രാധാറാണി ചിലങ്കകൾ ഇങ്ങനെ തൻ്റെ ഉപ്പൂറ്റി ഭൂമിയിൽ ഇങ്ങനെ തട്ടുമ്പോൾ ചിലങ്കകൾ ജിൽ 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 ശബ്ദമുണ്ടാക്കും. ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് കൃഷ്ണൻ പമ്മി ചെല്ലും. കൃഷ്ണൻ അടുത്തെത്താറാകുമ്പോൾ രാധ ചിലങ്ക അഴിച്ചിട്ട് ഓടി മാറും ശബ്ദം കേൾക്കാതിരിക്കാൻ. എന്നിട്ട് മറ്റൊരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് നിൽക്കും. എന്നിട്ട് ചിലങ്കകൾ അണിയും. എന്നിട്ട് വീണ്ടും കാല് വെച്ച് ഇങ്ങനെ കുലുക്കും. ജിൽ 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 ജിൽ. ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് കൃഷ്ണൻ വരുമ്പോഴേക്കും ചിലങ്ക അഴിച്ചിട്ട് രാധാറാണി മറ്റൊരിടത്തേക്ക് പോകും. എന്നെ ഇങ്ങനെ കളിപ്പിക്കുകയല്ലേ, ഇത് കൊക്കിൻ്റെ ശബ്ദമല്ല. ഈ സമയത്ത് താമരപ്പൂവിന് ചുറ്റും വണ്ടുകൾ ഇങ്ങനെ അസ്വസ്ഥമായി ഇങ്ങനെ പറക്കുകയാണ്. അങ്ങനെ പറക്കുന്നത് കണ്ടപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നോക്കൂ രാധേ, ഈ വണ്ടുകൾ താമരപ്പൂവിന് ചുറ്റും പറക്കുന്നത് കാണുമ്പോൾ നിന്റെ അസ്വസ്ഥമായ കണ്ണുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ കണ്ണുകൾ കാണുന്നില്ലേ? എൻ്റെ കണ്ണുകളിൽ രാധേ നിന്റെ കണ്ണുകളാണ് കാണുന്നത്. നിന്റെ കണ്ണിലൂടെയാണ് രാധേ ഞാൻ എല്ലാം കാണുന്നത്. ആ സമയത്ത് അവിടെ ഇങ്ങനെ പഴുത്ത കൂവള ഫലം നിൽക്കുന്നു, ഓറഞ്ച് നിൽക്കുന്നു, മാതളം നിൽക്കുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ കൃഷ്ണന് രാധാറാണിയുടെ മാറിടം ഓർമ്മ വന്നു. അതെ, എൻ്റെ രാധാറാണിയുടെ മാറിടം ഈ ഫലങ്ങൾ പോലെ എത്ര സുന്ദരമാണ്. പെട്ടെന്ന് കൃഷ്ണൻ നോക്കിയപ്പോൾ വൃന്ദാവനം നിറയെ രാധ, വൃന്ദാവനം നിറയെ രാധ നിൽക്കുന്നു. കൃഷ്ണൻ അമ്പരന്ന് പോയി. സാധാരണ മായ സൃഷ്ടിക്കുന്നത് കണ്ണനാണ്. ആ കണ്ണനുമായോ സകലടവും മായ കൃഷ്ണനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ആ രാധാകുണ്ടിലെ വൃക്ഷങ്ങള് ഏത് രൂപം സ്വീകരിച്ചതാണ്? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപം സ്വീകരിച്ചതാണ്. വനത്തിലെങ്ങും രാധ, ആ വനം മുഴുവനും രാധാറാണിയുടെ രൂപം സ്വീകരിച്ചു. അപ്പൊ കൃഷ്ണൻ നിയന്ത്രണം വിട്ടു. കൃഷ്ണന്റെ മനസ്സ് കാസാപുഷ്പം പോലെ ആടാൻ തുടങ്ങി. കൃഷ്ണൻ പറഞ്ഞു, രാധേ രാധേ, ഓടിവാ ഓടിവാ, ഈ വൃന്ദാവനം മുഴുവനും നിന്റെ രൂപം സ്വീകരിച്ചു കഴിഞ്ഞു. നിനക്കത് കാണണ്ടേ, നിനക്കത് കാണണ്ടേ? നീ ഓടിവാ. നീ ഏത്, യഥാർത്ഥ രാധ ഏത്, ഈ വൃന്ദാവനം സ്വീകരിച്ച രാധ ഏതെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കണ്ടേ? ഓടിവാ രാധേ, ഇനി എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല രാധേ, നീ ഓടിവാ. എന്നിട്ട് കൃഷ്ണൻ നടന്ന് വള്ളിപ്പടർപ്പുകളുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് സന്തോഷമാണോ, നിങ്ങൾക്ക് സുഖമാണോ? സിംഹങ്ങളെ ചെന്ന് തലോടിയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് സുഖമാണോ? ഓരോ വൃക്ഷങ്ങളോടും ഓരോ ലതകളോടും അവിടുത്തെ ഓരോ ജീവികളോടും കൃഷ്ണൻ കുശലാന്വേഷണം നടത്തി. അവർക്കൊക്കെ സന്തോഷമാണോ എന്ന് ചോദിച്ചു. ഈ സമയത്ത് നമ്മുടെ വൃന്ദാദേവി കൃഷ്ണനെ രാധാകുണ്ടിലെത്തിച്ചു. അത് കണ്ടതോടുകൂടി കൃഷ്ണന്റെ സർവ നിയന്ത്രണവും വിട്ടുപോയി. രാധാകുണ്ട് കണ്ടപ്പോൾ കൃഷ്ണൻ അത് രാധ തന്നെയാണ്. രാധാകുണ്ടിന്റെ 4 വശവും വില പിടിച്ച രത്നങ്ങൾ കൊണ്ടുള്ള പടികൾ. പണ്ടങ്ങനെയായിരുന്നു കൃഷ്ണന്റെ കാലഘട്ടത്തിൽ. ഇന്ന് രത്നം വെച്ചാൽ രാവിലെ രത്നം കാണത്തില്ല.
അന്ന് 4 ചുറ്റും രത്നങ്ങൾ പതിപ്പിച്ച പടികളാണ് അതിനകത്തുള്ളത്. അതിനകത്ത് രത്നം പതിപ്പിച്ച സ്നാനഘട്ട് കിടക്കുന്നു. ഘട്ടിന്റെ മുകളിലായിട്ട് രത്നങ്ങൾ കൊണ്ടൊരു വേദി ഒരുക്കിയിരിക്കുന്നു. വൃക്ഷത്തലപ്പുകള് ആ വേദിയിൽ വന്നിങ്ങനെ മുട്ടിയില്ല എന്ന മട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ രാധാകുണ്ടിൽ നിർമ്മിച്ചിരിക്കുന്ന രത്നങ്ങൾ കൊണ്ടുള്ള വേദിയിൽ, ആ സ്റ്റേജ് എന്ന് നമ്മൾ പറയും പ്ലാറ്റ്ഫോം, അതിനകത്തേക്ക് വൃക്ഷക്കൊമ്പുകൾ ചാഞ്ഞു നിൽക്കുകയാണ്. ആ വൃക്ഷക്കൊമ്പുകൾ നിറയെ പൂക്കള്, നിറയെ പഴങ്ങൾ ഇങ്ങനെ പഴുത്ത് നിൽക്കുകയാണ്. അതിൻ്റെ ബഗുളാ പുഷ്പമാണ് വടക്ക്. ബഗുളാ വൃക്ഷമുണ്ടല്ലോ, അതിൻ്റെ കൊമ്പാണ് വടക്ക് വശത്ത് വന്ന് ചാഞ്ഞു കിടക്കുന്നത്. കടമ്പിൻ്റെത് കിഴക്ക് വശത്ത് വന്ന് ചാഞ്ഞു കിടക്കുന്നു. ചമ്പകത്തിൻ്റെത് തെക്ക് വശത്ത്, മാവിൻ്റെത് പടിഞ്ഞാറ് വശത്ത്. 4 ദിക്കുകളിൽ നിന്നും വൃക്ഷക്കൊമ്പുകൾ വന്നിങ്ങനെ ചാഞ്ഞു കിടക്കുകയാണ്. ഇതിലെ തെക്ക് ഭാഗത്ത് നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് രാധാകുണ്ടിൽ എത്തുന്നതിന് വേണ്ടി രത്നങ്ങൾ കൊണ്ടൊരു പാലം നിർമ്മിച്ചിരിക്കുന്നു. ആ പാലത്തിന് മുകളിൽ പ്രത്യേക വേദികൾ ഒരുക്കിയിരിക്കുന്നു. രാധാകൃഷ്ണന്മാർക്ക് വന്നിരിക്കാൻ കൊടും ചൂട് ഘട്ടത്തിൽ പോലും അപ്പോൾ നല്ല തണുപ്പായിരിക്കും. ഇതൊക്കെ രാധാകുണ്ടിൽ കൃഷ്ണന്റെ കാലത്തുണ്ടായിരുന്നതാണ്. പിന്നീടാണത് മാറ്റപ്പെട്ടത്. മുഴുവനും രത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയത്. അതിൻ്റെ പൊക്കം പലതാണ്. ചിലതിന് നമ്മുടെ മുട്ടുവരെ മാത്രം പൊക്കം, ചിലതിന് പുക്കിള് വരെ, ചിലതിന് നെഞ്ചുവരെ പൊക്കമുണ്ട്, ചിലതിന് കഴുത്ത് വരെ പൊക്കമുണ്ട്. ഉയർന്നതിൽ കയറാൻ വില പിടിച്ച രത്നങ്ങൾ കൊണ്ടുള്ള പടികൾ വെച്ചിരിക്കുന്നു. ഈ വേദികൾ രാധാകൃഷ്ണന്മാർക്ക് ഇരിക്കാനുള്ള വേദികൾ. അതായത് നിങ്ങൾക്ക് മനസ്സിലാകാൻ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ പ്ലാറ്റ്ഫോം നമുക്ക് ഇരിക്കാൻ വേണ്ടി വട്ടത്തിൽ കെട്ടിയിടത്തില്ലേ, അതുപോലെ തന്നെ അത് ചിലത് വൃത്താകൃതി, ചിലത് ചതുരാകൃതി, 7 8 വശങ്ങൾ അതിനുണ്ട്. ഈ സമയത്ത് ഈ രത്നങ്ങളിൽ രാധാകുണ്ടിലെ ജലത്തിന്റെ തിളക്കം. അപ്പോൾ ചില പക്ഷികൾ വിചാരിക്കും ഇത് ആ വെള്ളമാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചിട്ട് പക്ഷികൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ രത്നങ്ങളിൽ നിന്ന് വെള്ളം കുടിച്ച് ദാഹമകറ്റാൻ ശ്രമിക്കുന്നു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, കണ്ടില്ലേ രാധേ, നമ്മൾ ഇരിക്കുന്ന രത്നസിംഹാസനം പോലുള്ള വേദികൾ പക്ഷികൾ വന്നതാ വെള്ളമാണെന്ന് കരുതി കൊത്തി കുടിക്കാൻ ശ്രമിക്കുന്നു. ദേ നോക്കൂ രാധേ, നീ വരുമെന്ന് പറഞ്ഞ് ബഗുള വൃക്ഷമിതാ അതിൻ്റെ കൊമ്പ് വടക്കുന്ന് ചാഞ്ഞു വന്നിരിക്കുന്നു. കടമ്പ് വൃക്ഷം നിന്നെയും കാത്ത് കിഴക്കുന്ന് കൊപ്പുകൾ താഴ്ത്തി തന്നിരിക്കുന്നു. ചമ്പക വൃക്ഷം തെക്ക് നിന്നും മാവ് പടിഞ്ഞാറ് നിന്നും എല്ലാത്തിലും മധുരഫലങ്ങൾ. ഓടിവാരാതെ ഇതിലെ ഫലങ്ങൾ നീ പിച്ചു, നീ അല്പം കഴിക്കൂ. എന്നിട്ട് നീ കഴിച്ചതിന് ശേഷം ബാക്കി വരുന്നത് എനിക്ക് തരൂ രാധേ. നീ എന്ത് കഴിക്കുന്നുവോ അതെനിക്ക് പ്രസാദമാണ് രാധേ. നീ കഴിക്കാതെ മറ്റൊന്നും ഞാൻ കഴിക്കില്ലല്ലോ. അപ്പോൾ അവിടെ എന്തു ചെയ്തു, ഈ സ്നാനഘട്ട്, ഈ വേദിയുടെ 4 വശവും മുന്തിരി വള്ളികൾ ഇങ്ങനെ പടർന്നു നിൽക്കുന്നു. എന്നിട്ട് രാധാകുണ്ടിന് ചുറ്റും വേദസി നികുഞ്ചങ്ങളാണ്. ഈ വേദസി നികുഞ്ചങ്ങളിലാണ് രാധാകൃഷ്ണന്മാരുടെ ലീലകൾ നടക്കുന്നത്. അപ്പൊ രാധാകുണ്ടിന്റെ 4 ചുറ്റും വേദസി നികുഞ്ചങ്ങള്, പിന്നെ അശോകമരങ്ങള്, അതിനപ്പുറം വാഴകളിൽ കൊലകൾ പിടിച്ചു കിടക്കുന്നു, പഴുക്കാത്ത പിന്നെ കുലകള്. അതേ കണക്ക് അതിനു ചുറ്റും ഓർക്കിഡ് കൊണ്ട് വളഞ്ഞ പൂന്തോട്ടം. ഓർമ്മിക്കണം. അപ്പൊ രാധാകുണ്ടിലെ സ്നാനഘട്ടം, അതിൻ്റെ മുകളിൽ രത്നം കൊണ്ടുള്ള പ്ലാറ്റ്ഫോമേ, അതിനകത്ത് 4 വശത്തും വൃക്ഷക്കൊമ്പുകൾ. ഈ രാധാകുണ്ടിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ 4 ചുറ്റുമായിട്ട് വേദസി നികുഞ്ചങ്ങൾ, ഒന്നല്ല നിരവധി നികുഞ്ചങ്ങൾ. കൃഷ്ണനും രാധയ്ക്കും രതിലീലകളാടാൻ അതിനു ചുറ്റും അശോകമരം,
അതിനുമപ്പുറം വാഴകള്, അതിനകത്ത് വാഴക്കുലകൾ പിടിച്ചു കിടക്കുന്നു. അതിനു ചുറ്റുമായിട്ട് ഓർക്കിഡ് കൊണ്ട് തെളിഞ്ഞ പൂന്തോട്ടം. ഈ രാധാകുണ്ടിന്റെ നടുക്ക് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം, അവിടെ നിന്ന് വരുന്നവർക്ക് രത്നം കൊണ്ടൊരു പാലം രാധാകുണ്ടിലേക്ക് നിശ്ചയിച്ചിരിക്കുകയാണ്. ആ ക്ഷേത്രത്തിലേക്ക് വരാൻ രാധേ വാ രാധേ, വരൂ രാധേ, നിന്റെ കണ്ണൻ എത്തിക്കഴിഞ്ഞു രാധേ, നിന്റെ കണ്ണൻ എത്തിക്കഴിഞ്ഞു രാധേ. അതിമനോഹരമായ രത്നങ്ങൾ കൊണ്ട് 4 ചുറ്റും പടികൾ നിർമ്മിച്ച രാധാകുണ്ടിൽ കൃഷ്ണൻ നിന്നെ കാത്തിരിക്കുന്നു രാധേ. നമ്മുടെ 4 ചുറ്റും വേദസ്സി നികുഞ്ചങ്ങൾ കാണുമ്പോൾ രാധേ, എനിക്ക് ഞാനും നീയും തമ്മിൽ വേദസ്സി നികുഞ്ചത്തിൽ ഉണ്ടാകുന്ന രതിലീലകൾ ഓർമ്മ വരുന്നു. വരൂ രാധേ, വരൂ രാധേ, നിന്നെ വാരിപ്പുണരാൻ കൊതിയാകുന്നു. ഇതേ നീ വരും, നീ വരുമെന്ന് കരുതി ഓർക്കിഡ് പുഷ്പങ്ങളിൽ നിന്നുള്ള പൂന്തോട്ടങ്ങൾ നിനക്കായി മാത്രം വിരിഞ്ഞ് അതിമനോഹരമായ മണം എല്ലാ വേദസ്ഥി നികുഞ്ചങ്ങളിലും പൊഴിച്ചു കഴിഞ്ഞു. വാരാതെ വാരാതെ, ഓടി വാരാതെ, ഓടി ഓടി വാരാതെ. അപ്പോൾ ഈ ക്ഷേത്രവും ഈ രത്നപാലവുമൊക്കെ കണ്ടാൽ താമര ഇങ്ങനെ ജലത്തിൽ മുങ്ങിക്കിടക്കുന്നത് പോലെ തോന്നും. ഈ ഭാഗത്തിൻ്റെ ചുമതല മുഴുവനും രാധാറാണിയുടെ അനുജത്തിയായ അനഘമഞ്ചരിക്കാണ്. അനഘമഞ്ചരി. എന്നേരം ഈ സമയത്ത് വൃന്ദാദേവി 100 കണക്കിന് വനയക്ഷിമാരെ വിളിച്ചു, വനദേവതമാരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, കണ്ടില്ലേ കണ്ടില്ലേ, നമ്മുടെ മാധവൻ വന്നിരിക്കുന്നു, നിങ്ങൾ ഓടിപ്പോ, ഓടിപ്പോയിട്ട് പൂക്കളും ഫലങ്ങളുമൊക്കെ കൊണ്ടുവാ, ഇവിടെ മുഴുവനും നമുക്ക് അലങ്കരിക്കണമെന്ന് പറഞ്ഞു. കേട്ട പാട് തന്നെ വനയക്ഷികളും വനദേവതമാരും പൂക്കളും അതോടൊപ്പം തന്നെ ഫലങ്ങളുമൊക്കെ ശേഖരിക്കാൻ വേണ്ടി പോയി. വൃന്ദാദേവി രാധാകുണ്ടിന് 4 ചുറ്റും തൂത്തു. അതിന് ചുറ്റുമുള്ള നികുഞ്ചങ്ങളെല്ലാം തൂത്തു വൃത്തിയാക്കി. കാരണം രാധാറാണി വന്നാൽ ഏതു നികുഞ്ചത്തിലേക്കാണ് കൃഷ്ണൻ രാധാജിയെ കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ഓരോ നികുഞ്ചവും തൂത്തു വൃത്തിയാക്കി. അവിടെയൊക്കെ സുഗന്ധദ്രവ്യങ്ങൾ തളിക്കാൻ തുടങ്ങി, പനിനീര് തളിക്കാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് വൃന്ദാദേവിയും കൂട്ടരും കൂടെ ചേർന്ന് അവിടെ നിരവധി പൂക്കൾ കൊണ്ടുള്ള ഊഞ്ഞാലുകൾ നിർമ്മിച്ചു. കാരണം രാധാകൃഷ്ണന്മാർ വരുമ്പോൾ അവർക്ക് ഊഞ്ഞാലാടാൻ വേണ്ടി. അത് കഴിഞ്ഞ് പ്രത്യേക പൂമത്ത നിർമ്മിച്ചു. ആ പൂമത്തയുടെ ഏറ്റവും അടിയിൽ ഇലകളാണ്, അതിൻ്റെ പുറവിന് കുറേ പൂക്കള്, അതിൻ്റെ മുകളിലായിട്ട് ഏറ്റവും മൃദുവും അങ്ങേ അറ്റം സുഗന്ധവും നിറഞ്ഞ പൂക്കൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പൂക്കൾ കൊണ്ട് തലയണ ഉണ്ടാക്കി. എന്നിട്ട് അതിൻ്റെ അടുത്തായിട്ട് ഒരു കുടത്തിൽ നിറയെ തേൻ വെച്ചിരിക്കുകയാണ്. കൃഷ്ണനും രാധാറാണിക്കും ക്ഷീണം വരുമ്പോൾ കുടിക്കാനായിട്ട് പല നിറത്തില് തേൻ ചൊരിയുന്ന പൂമ്പൊടികൾ നിറഞ്ഞു നിൽക്കുന്ന താമരപ്പൂ രാധാകുണ്ടത്തിലെ ജലത്തെ എപ്പോഴും നല്ല പുതിയതുപോലെ ആക്കി തീർക്കും. ആ സമയത്ത് ചക്രവാകത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതോടുകൂടി തത്ത രാധാകൃഷ്ണ കഥകൾ പാടാൻ തുടങ്ങും, രാധാകൃഷ്ണന്റെ ലീലകൾ പാടാൻ തുടങ്ങി. അപ്പൊ കൃഷ്ണന്റെ എല്ലാ നിയന്ത്രണവും വിടും. നോക്കൂ നോക്കൂ രാധേ, ഈ തത്ത പോലും, ഈ തത്തമ്മ പോലും നമ്മൾ തമ്മിൽ ഒന്നിക്കാൻ ആഗ്രഹിക്കുന്നു. രാധേ നീ എവിടെ രാധേ, ഈ കൃഷ്ണൻ ഇനി താങ്ങാൻ പറ്റുന്നില്ല. അപ്പം മറ്റൊരു കാര്യം, മയിലുകൾ വന്ന് കൃഷ്ണനെ കണ്ടു. മഴമേഘ വർണ്ണനല്ലേ കൃഷ്ണൻ, കനശ്യാമ മോഹനൻ. അതുകൊണ്ട് മയിലുകൾ കൃഷ്ണനെ കണ്ടപ്പം വിചാരിച്ചു മഴമേഘമാണ് ഇരിക്കുന്നതെന്ന്. അപ്പം മഴമേഘം വരുമ്പം മയിലുകൾക്ക് സന്തോഷം വരും. മയിലുകൾ പീലിയൊക്കെ നിവർത്തിയിട്ട് ഖീ ഖാ ഖീ ഖാ എന്നിങ്ങനെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ആ സമയത്ത് രാധാകുണ്ടില്
വെള്ളത്താമര ഇങ്ങനെ വിരിഞ്ഞു. കണ്ടു കഴിഞ്ഞാൽ രാധാകുണ്ട് ആ സമയത്ത് പാലാഴിയാണെന്നേ തോന്നത്തുള്ളൂ. കൃഷ്ണൻ പറഞ്ഞു, നോക്കൂ നിന്റെ മയിലുകൾ, നിനക്ക് പ്രിയപ്പെട്ട മയിലുകൾ ഇതാ ഞാൻ മഴമേഘമാണെന്ന് കരുതി നൃത്തം ചവിട്ടുന്നു. അത് നിനക്ക് കാണണ്ടേ രാധേ, അത് നിനക്ക് കാണണ്ടേ രാധേ, ഓടിവാരാധേ ഓടിവാരാധേ. അതുപോലെ തന്നെ രാധാകുണ്ടിലെ ജലവും കൃഷ്ണന്റെ പാദത്തിലെ നിന്ന് വന്നതാണ്. കൃഷ്ണന്റെ പാദത്തിലെ ജലങ്ങളാണ്. തെക്ക് കിഴക്ക് ഇത് ശ്യാമകുണ്ടിൽ ചെന്ന് ചേരും. ഈ രാധാകുണ്ടും അതിലെ ജലവും കൃഷ്ണന്റെ പാദത്തിൽ നിന്ന് വന്നതാണ്. അത് തെക്ക് കിഴക്ക് ശ്യാമകുണ്ടിൽ വന്നു ചേരും. അവിടുത്തെ 8 ദിശകളെ രാധാറാണിയുടെ 8 സഖികളാണ്. അതായത് കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, പിന്നെ തെക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ്, അങ്ങനെ 8 എണ്ണത്തിനെയും പരിപാലിക്കുന്നത് രാധാറാണിയുടെ 8 സഖികളാണ്. കൃഷ്ണൻ അവിടുന്ന് എഴുന്നേറ്റു. കൃഷ്ണൻ ഇരിക്കാൻ പറ്റുന്നില്ല. കൃഷ്ണൻ നടന്ന് വിശാഖ പരിപാലിക്കുന്ന വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള മദന സുഖത കുഞ്ചത്തിലെത്തി. ആ മദന സുഖജ കുഞ്ചം മൊത്തം അലങ്കരിക്കുന്നത് വിശാഖയും മഞ്ജരീമുഖയും വൃന്ദയും കൂടാണ്. അതോടെ കൃഷ്ണന് ആകെ അങ്ങ് പ്രശ്നമായി. കൃഷ്ണൻ പറഞ്ഞു, നോക്കൂ നിന്റെ പ്രിയപ്പെട്ട സഖി വിശാഖയുടെ മദന സുഖത കുഞ്ചം നിനക്ക് എന്തിഷ്ടമാണ്? വരൂ രാധേ, നിന്റെ കൃഷ്ണൻ ഈ മദന സുഖത കുഞ്ചത്തിൽ ഇരിക്കുകയാണ്. രാധേ, എനിക്കിനി വയ്യ, എനിക്കിനി കാണാതിരിക്കാൻ വയ്യ. കൃഷ്ണൻ വൃന്ദയെ വിളിച്ചു. വൃന്ദേ, ഇവിടെ വരൂ വൃന്ദേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. രാധ വരില്ല, രാധ ഇങ്ങോട്ടേക്ക് വരില്ല. അപ്പൊ വൃന്ദാദേവി ചോദിച്ചു, എന്താണ് അതിന്റെ കാരണം കൃഷ്ണ? അതൊന്നും പറയണ്ട. ആ തുളസി മഞ്ജരി ഉണ്ടല്ലോ, തുളസി മഞ്ജരി ഞാൻ ഇന്ന് ശൈബിയെ കണ്ടതും ശൈബിയോടൊത്തിരിക്കുന്നതും ചെന്ന് രാധയോട് പറഞ്ഞു. അതുകൊണ്ട് രാധ പിണങ്ങിയിരിക്കുകയാണ്. ആരെങ്കിലും ഒന്ന് വിടൂ. എന്നെ ചന്ദ്രാവലി വിളിച്ചിട്ട് പോലും ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. ചന്ദ്രാവലിയുടെ അടുക്കൽ പോലും പോകാതെ ഞാൻ ഈ രാധാകുണ്ടിൽ വന്ന് രാധയെ കാത്തിരിക്കുകയാണ്. നീ ആരെങ്കിലും വിട്ട് രാധയെ വിളിപ്പിക്കൂ. ധനിസ്ഥ സഖിയോട് ചെന്ന് പറയൂ. എന്നിട്ട് ധനിസ്ഥ സഖിയെ വിളിച്ചു. ധനിസ്ഥ സഖിയുടെ അടുത്ത് പറഞ്ഞു, നോക്കൂ നീ ലളിതയുടെ അടുക്കലേക്ക് വേഗം ചെല്ലൂ. ചെന്നിട്ട് പറയൂ, ഏത് വിധത്തിലെങ്കിലും രാധയെ ഇവിടേക്ക് എത്തിക്കണമെന്ന് പറയൂ. എനിക്ക് അവളെ കാണാതിരിക്കാൻ വയ്യ എന്ന് പറയൂ. ഞാൻ ഇനി ശൈബിയുടെ അടുക്കലേക്ക് പോകില്ല. ഞാൻ ഇനി ചന്ദ്രാവലിയുടെ അടുക്കലും പോകില്ല. അവളോട് പറയൂ, എനിക്ക് രാധയില്ലാതെ പറ്റില്ല, എനിക്ക് രാധയെ കാണാതെ പറ്റില്ല. വൃന്ദേ, നോക്കൂ ലളിത എങ്ങനെയെങ്കിലും ചിലപ്പോൾ കൂട്ടിക്കൊണ്ടുവരും. നീ ഒരു കാര്യം ചെയ്യ് വൃന്ദേ, മിടുക്കിയായ ഒരു സഖിയെ വഴി തിരിച്ചു വിടാൻ വേണ്ടി അവിടേക്ക് നിയോഗിക്ക്. കാരണം ഗോപാലകന്മാർ ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ അത് എനിക്കും രാധയ്ക്കും തമ്മിലുള്ള സ്വൈരവിഹാരത്തിന് തടസ്സമാണ്. അതേ കണക്ക് തന്നെ ഗൗരി തീർത്ഥത്തില് മിടുക്കിയായ ഒരു സഖിയെ വിടണം. കാരണം ഗൗരി തീർത്ഥത്തിലാണ് ചന്ദ്രാവലിയുടെ താമസം. ചന്ദ്രാവലിയുടെ കൂട്ടത്തിൽപ്പെട്ട ആരുമോ ഇങ്ങോട്ട് വരാതെ ആ സഖി നോക്കണം. കാരണം രാധയെ പണിപ്പെട്ട് കൊണ്ടുവരുമ്പോൾ ചന്ദ്രാവലി അങ്ങാണ് ഇവിടെ ഉണ്ടെങ്കിൽ വൃന്ദേ തീർന്ന്. അതുകൊണ്ട് വൃന്ദേ, നിന്റെ ചുമതലയാണ്. ഒരു കാരണവശാലും ചന്ദ്രാവലി ഇവിടെ വരാൻ പാടില്ല. വൃന്ദ 2 സഖിമാരെ ഗൗരി തീർത്ഥത്തിലും ചന്ദ്രാവലിയിലേക്കും അയച്ചു. കൃഷ്ണൻ ചോദിച്ചു, മിടുക്കികളാണോ വൃന്ദേ, മിടുക്കികളാണോ? വൃന്ദ പറഞ്ഞു, മിടുക്കികളാണ്, ഒരു കുഴപ്പവുമില്ല, ഞാനാണ് പറയുന്നത്. അതുകൂടാതെ 4 വശത്ത് ഞാൻ വനയക്ഷിമാരെയും വനദേവതമാരെയും കാവൽ നിർത്തിയിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇങ്ങോട്ടേക്ക് ചന്ദ്രാവലി വരില്ല, ശൈബ്യ വരില്ല, ചന്ദ്രാവലിയുടെ കൂട്ടത്തിൽപ്പെട്ടവർ വരില്ല,
ഗോപാലകർ വരില്ല. രാധയല്ലാതെ ഒരാളെയും ഇതിനകത്തേക്ക് കയറ്റി വിടില്ല കൃഷ്ണ. കൃഷ്ണൻ പറഞ്ഞു, അത് മതി വൃന്ദേ, അത് മതി വൃന്ദേ, നീ മിടുക്കിയാണ്, നീ മിടുക്കിയാണ്. എന്നിട്ട് കൃഷ്ണൻ രാധാറാണി സ്ഥിരം വരുന്ന വഴിയുണ്ട് യാവത്ത്, ആ യാവത്തിലേക്ക് കണ്ണ് നട്ടിയിരുന്നുകൊണ്ട് പറയുകയാണ്, രാധേ വാ രാധേ, വാ രാധേ, വരൂ രാധേ, വരൂ രാധേ, വരൂ രാധേ, വരൂ രാധേ, രാധേ രാധേ, ഓ രാധേ 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 രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.